ഭർത്താവിന്റെയും ഭർതൃ സഹോദരിയുടെയും പീഡനം മൂലം ഷാർജയിൽ തൂങ്ങിമരിച്ച് വിഭജിക്കുകയും വൈഭവിയെയും ആരും മറക്കില്ല. ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ തന്നെയാണ് നടത്തിയത്. എന്നാൽ വിഭജികയുടെ സംസ്കാരം നാട്ടിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. ഇന്നലെ രാത്രിയിലാണ് വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഷാർജയിലായിരുന്ന അമ്മ ശൈലജ, സഹോദരൻ വിനോദ് എന്നിവരും മറ്റു ബന്ധുക്കളും മൃതദേഹത്തിനൊപ്പം നാട്ടിലെത്തിയിരുന്നു. എന്നാൽ വിഭജികയുടെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഷാർജയിൽ അരങ്ങേറിയത് കരൾ അലിയിക്കുന്ന രംഗങ്ങളായിരുന്നു. മൃതദേഹം ഫോറൻസിക് ലാബിനുള്ളിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമ്പോൾ ലാബിന് പുറത്ത് കാത്തുനിന്ന അമ്മ ശൈലജയെ സ്വാന്തനിപ്പിക്കാനാകാതെ സഹോദരൻ വിനോദ് തളർന്നുപോയി. അവന്റെ നിലവിളിയും കണ്ണുനീരുമാണ് കാഴ്ച കണ്ടവരെയും വേദനിപ്പിച്ചത്. പൊന്നുമോളെ എന്ന വിളിയാണ് അവിടെയെത്തി എല്ലാവരും ഹൃദയത്തെ തളർത്തിയത്. മരണത്തിന് ഉത്തരവാദിയെന്ന് വിഭജികയുടെ കുടുംബം ആരോപിക്കുന്ന ഭർത്താവ് നിതീഷ് മോഹനും ഫോറൻസിക് ലാബിന് മുന്നിലെത്തിയിരുന്നു. എന്നാൽ എല്ലാം ഒരു വികാരവുമില്ലാതെ നോക്കി നിൽക്കുകയായിരുന്നു നിതീഷ്. ഈ മാസം 8-നാണ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.